റബ്ബിൻ്റെ കോടതിയിൽ ഒരു വിഭാഗം ആളുകളെ ഇങ്ങനെ കൊണ്ടുവരുന്ന രംഗം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. വയൗമ തഖൂമു സ്സാഅ, ആ അന്ത്യനാളിൻ്റെ ആ ഒരവസ്ഥയിൽ യുബ്ലിസുൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകൾ നിരാശയോടുകൂടി എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുകൊണ്ട് കുറ്റവാളികൾ അവിടെ ഒരുമിച്ച് കൂടും. വലം യകുല്ലഹും മിൻ ശുറകാഇഹിം ശുഫആ, അവർക്ക് അവരുടെ കൂട്ടുകാരെയോ പങ്കാളികളെയോ അവർ റെക്കമെൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന ആളുകളെയോ അങ്ങനെ ഒരാളെയും കാണാൻ കഴിയാത്ത, വയൗമ തഖൂമു സ്സാഅതു യൗമഇദിൻ യതഫറഖുൻ, എല്ലാവരും വേർപെട്ടു പോകുന്ന ഒരു ദിനം, എല്ലാവരും ഉപേക്ഷിച്ച് കളയുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ദിനത്തെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഫഅമ്മല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, അന്നേ ദിവസം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകൾ, ഫഹും ഫീ റൗളത്തിൻ യുഹ്ബറൂൻ, അവർ സ്വർഗാനുഭൂതിയുടെ ആനന്ദത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കും എന്നതാണ്. വഅമ്മല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ച് അള്ളാഹുവിൻ്റെ ആയത്തുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവയെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചുപോയ ആളുകൾ, അത്തരമുള്ള ആളുകൾക്ക് ഫഉലൈക ഫിൽ അദാബി മുഹ്ളറൂൻ, അവർക്ക് ശിക്ഷയാണ് കടന്നു വരാനുള്ളത് എന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ്. രണ്ട് വിഭാഗം ആളുകളാണ്. ഫഅമ്മല്ലദീന ആമനു വഅമ്മല്ലദീന കഫറു, വിശ്വസിച്ചവരും അവിശ്വാസികളുമായ ആളുകൾ. അത്തരം ആളുകൾക്കിടയിൽ നിരാശ ബാധിച്ച അവിശ്വാസികളിലാണോ പ്രതീക്ഷയുള്ള, സ്വർഗത്തിൻ്റെ അനുഭൂതികൾ ആസ്വദിക്കാൻ കഴിയുന്ന, സ്വർഗത്തിൻ്റെ ആനന്ദങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന വിശ്വാസികളുടെ കൂട്ടത്തിലാണോ ഞാനും നിങ്ങളും ഉൾപ്പെടുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കുല്ലക്കും മിആദു യൗമിൻ, ഒരു ദിവസം വരാനുണ്ട്. ലാ യസ്തഖിറൂന അൻഹു സഅ, ഒരു നിമിഷം പോലും പിന്നോട്ട് മാറാതെ, ഒരു നിമിഷം പോലും പിന്തിച്ചു കിട്ടാതെ, ഒരു നിമിഷം പോലും നമ്മുടെ നിശ്ചയിച്ച ആ അവധി ദിനത്തിൽ നിന്നും മാറിപ്പോകാതെ, വലാ തസ്തഖ്ദിമൂൻ, ഒരു നിമിഷം പോലും മുന്നോട്ട് മാറാതെ വേർപെട്ടു പോകേണ്ടുന്ന, വിട പറഞ്ഞു പോകേണ്ടുന്ന ഒരു ദിനം. അന്നേ ദിവസം ചില ആളുകളുടെ വിലാപങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 99-ാമത്തെ വചനം മുതൽ ചില ആളുകളുടെ വിലാപങ്ങളാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, മരണമെങ്ങാനും തൊട്ടടുത്തെത്തിക്കഴിയുന്ന വേളയിൽ, മരണത്തെ കണ്ടുമുട്ടാനിരിക്കുന്ന വേളയിൽ, ഖാല റബ്ബിർജിഊൻ, അല്ലാഹുവേ ഞങ്ങളെ ഒന്ന് മടക്കി അയക്കണമേ, ഞങ്ങളെ ഒന്ന് തിരിച്ചുവിടണമേ. ആ ജീവിതത്തിൻ്റെ, യുവത്വത്തിൻ്റെ, യൗവനത്തിൻ്റെ, സുഖത്തിൻ്റെ, സൗകര്യങ്ങളുടെ, എല്ലാ ജീവിതത്തിൻ്റെ സുഖങ്ങളിലേക്കും ഒന്ന് തിരിച്ചുവിട്ട്. എന്തിനു വേണ്ടിയാണ്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, റബ്ബേ ഞങ്ങൾ ഉപേക്ഷ വരുത്തിയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ഞങ്ങൾ ചെയ്തു കൊള്ളാം, എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നിർവഹിച്ചു കൊള്ളാം. അതുകൊണ്ട് ആ സമയത്തിലേക്ക് ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കാമോ റബ്ബിർജിഊൻ. അവരങ്ങനെ അല്ലാഹുവിൻ്റെ മുൻപിൽ കേഴുന്ന, വിലപിക്കുന്ന ഒരു വേളയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട്, വിലപിക്കുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾക്ക് അലം തകുൻ ആയാതി തുത്ല അലൈക്കും, എൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ? ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ, എന്നിട്ട് ആ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ട വേളയിൽ, മരണത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞ വേളയിൽ, പരലോകത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞ വേളയിൽ, ഖബറിനെക്കുറിച്ച് നിങ്ങൾ കേട്ട വേളയിൽ, സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞ വേളയിൽ, നരകത്തിൻ്റെ വേദനകളെക്കുറിച്ച്, മഹ്ശറയുടെ ഒറ്റപ്പെടലിനെക്കുറിച്ച്, വിചാരണയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരുന്ന വേളയിൽ, ഫകുൻതും ബിഹാ
തുകദ്ദിബൂൻ. ഖുർആനിന്റെ ആയത്തുകൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ നിങ്ങൾ കേട്ടിട്ട് ആ വചനങ്ങൾ നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ, നിങ്ങൾ അവഗണിച്ചു കളഞ്ഞില്ലേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കുക. അത്തരമൊരു വേളയിൽ ഞാൻ കേട്ടിരുന്നില്ല റബ്ബേ, നിന്റെ ആയത്തുകൾ ഞാൻ അറിഞ്ഞിരുന്നില്ല റബ്ബേ, നിന്റെ ഖുർആൻ ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല റബ്ബേ. പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് വിശുദ്ധ ഖുർആനുമായി ഞാനും നിങ്ങളും നമ്മുടെ ബന്ധം എങ്ങനെയാണ്? ഖുർആൻ വായനയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? എത്രയാണ് ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ഒരുക്കുന്ന വേളകൾക്കിടയിൽ വിശുദ്ധ ഖുർആനിലേക്ക് എത്രയാണ് നമുക്ക് തിരിയാൻ കഴിഞ്ഞിട്ടുള്ളത്? ദുനിയാവിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും ജോലികളുടെ തിരക്കുകൾക്കിടയിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ, വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ, ലാഭനഷ്ടങ്ങളുടെ കണക്ക് കൂട്ടലുകൾക്കിടയിൽ വിശുദ്ധ ഖുർആനിലേക്ക് എത്രയാണ് നമുക്ക് തിരിഞ്ഞു നടക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? പരിശുദ്ധ റമദാൻ എത്രയാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്? എത്ര റമദാനുകളാണ് അവസാനിച്ചു പോയിട്ടുള്ളത്? എത്രയാണ് എൻ്റെയും നിങ്ങളുടെയും ആയുസ്സെന്ന് പറയുന്നത്? 10, 40, 50, 60 വയസ്സ് കഴിഞ്ഞു തീർന്നിരിക്കുന്നു. ആ തീർന്നുപോയ സമയങ്ങൾക്കിടയിൽ വിശുദ്ധ ഖുർആനുമായി നമ്മുടെ ബന്ധം എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ എത്രയാണ് തിരിഞ്ഞു നോക്കിയിട്ടുള്ളത്? എത്രയാണ് പാരായണം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ജന്നത്തിൽ വെച്ച്, സ്വർഗത്തിൽ വെച്ചൊരു ഓഫർ നൽകുന്ന ഒരു അവസരത്തെ ഖുർആൻ ഹദീസുകളിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂല് പറയുകയാണ്, യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളോട് പറയും. എന്താണ് പറയുക? യഖറ, നീ ഓതുക, നീ പാരായണം ചെയ്യുക. വർത്തഖി, എന്നിട്ട് നീ കയറിപ്പോവുക. നമ്മുടെ കൈകളിലുള്ള ഖുർആൻ നമ്മൾ പാരായണം ചെയ്തതത്രയും ഓതാൻ അവസരം നൽകിയിട്ട് ഖുർആൻ നീ പാരായണം ചെയ്യുക, എന്നിട്ട് നീ കയറിപ്പോവുക എന്ന് പറയുന്ന ഒരു വേള വരാനുണ്ട്. സ്വർഗത്തിന്റെ വിവിധങ്ങളായ തട്ടുകളിലേക്ക് ഖുർആൻ പാരായണത്തിനനുസരിച്ച് ഇങ്ങനെ കയറിപ്പോകാൻ കഴിയുന്ന, തട്ടുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം വരാനുണ്ട് സഹോദരങ്ങളെ. അന്നേരം എത്രയാണ് ഖുർആൻ വായിക്കാൻ കഴിയുക? എത്രയാണ് ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? QLSകളുണ്ട്, വെളിച്ചം പഠന പദ്ധതിയുണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അവയിൽ നമ്മുടെ സ്ഥാനം എത്രയാണ്? അത് നമ്മൾ എത്രയാണ് പഠിച്ചിട്ടുള്ളത്? എത്രയാണ് വായിച്ചിട്ടുള്ളത്? എത്രയാണ് ഓതിയിട്ടുള്ളത്? ഇനിയും ഖുർആൻ ഓതാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല എങ്കിൽ, ഖുർആൻ ഒന്ന് നന്നായി വായിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്താ സമ്പാദിച്ചത്? എൻ്റെ ജീവിതത്തിൽ എന്താ എനിക്ക് കൂട്ടിനുള്ളത്? നാളെ അല്ലാഹു ഖുർആൻ പാരായണം ചെയ്യ, നീ എന്നിട്ട് വർത്തഖി, നീ കയറിപ്പോകെന്ന് പറയുമ്പോ കയറിപ്പോകാൻ ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കാൻ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഖുർആൻ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഖുർആനിന്റെ അമ്മ ജുസീനപ്പുറത്തേക്ക് ഖുർആനിന്റെ വായനയെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ എത്രയാണ് എനിക്ക് കയറിപ്പോകാൻ കഴിയുക? അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, വറത്തിൽ, നീ അങ്ങനെ പാരായണം ചെയ്ത് കമാകുൻത തുറത്തിൽ ഫിദ്ദുനിയ, ദുനിയാവിൽ പാരായണം ചെയ്തതുപോലെ പാരായണം ചെയ്തുകൊണ്ടങ്ങനെ കയറിപ്പോകാൻ പറയുമ്പോ ഫഇന്ന മൻസിലക, നിന്റെ സ്ഥാനമെന്ന് പറയുന്നത് ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, നീ പാരായണം ചെയ്യുന്ന അവസാനത്തെ ആയത്തോതിത്തീരുന്നത് എവിടെയാണോ അത്രയും പദവികൾ ഇങ്ങനെ കയറിപ്പോകാൻ കഴിയുന്ന വല്ലാത്ത ഒരു സ്വർഗത്തിന്റെ സ്ഥാനം. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള ഈ മാസത്തിൽ നമുക്ക് എങ്ങനെയാണ് ഖുർആനിനെ ആ രൂപത്തിൽ പാരായണം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? എത്രയാണ് നമ്മൾ പഠിച്ചത്? എത്രയാണ് നമ്മൾ വായിച്ചത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വെളിച്ചം ഖുർആൻ പഠന പദ്ധതിയുടെ 18 ഘട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 18 ഘട്ടത്തിൽ എത്ര വെളിച്ചം പുസ്തകം നാം എഴുതി തീർത്തിട്ടുണ്ട്? എൻ്റെ യുവാക്കളെ, നമ്മൾ മറുപടി പറയുക, നമ്മൾ സ്വയം സ്വന്തത്തോട് ചോദിച്ചു നോക്കുക. എന്തേ വെളിച്ചം നമുക്ക് എഴുതാൻ കഴിയാതെ പോയത്? നമ്മുടെ തിരക്കുകളായിരുന്നോ? നമ്മുടെ ജോലികളായിരുന്നോ? നമ്മുടെ പഠനമായിരുന്നോ? നമ്മുടെ ജീവിതത്തിന്റെ മറ്റെന്തെങ്കിലും അവസ്ഥകളായിരുന്നോ? എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ് പോകാനിരിക്കുന്ന ഒരു ദിനത്തിൽ ആ ഖുർആനിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സാധ്യമായി തീരുമോ? സഹോദരങ്ങളെ,
സഹോദരിമാർ വെളിച്ചം എഴുതുന്നതിൽ, QLS പഠിക്കുന്നതിൽ, ഖുർആൻ പഠനവേദികളിൽ അങ്ങനെയൊക്കെ സ്ത്രീകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കളെ, നമ്മൾ ആലോചിച്ചു നോക്കുക. 18 ഘട്ടം വെളിച്ചം ISM-ന്റെ പഠന പദ്ധതി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിലെങ്കിലും ഒരു പരീക്ഷ എഴുതാൻ, ഒരു പുസ്തകം പൂർണ്ണമായി വായിച്ചു നോക്കാൻ വിതരണം ചെയ്യുന്നവരല്ലാതെ, വിതരണം ചെയ്യുക എന്നതല്ലാതെ വായിച്ചു നോക്കിയൊന്ന് പഠിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓട്ടത്തിലാണ്, നമ്മൾ പരക്കം പാച്ചിലാണ്. എവിടെയാണ് നമ്മുടെ ഈ ഓട്ടം അവസാനിക്കുന്നത്? എത്രയാണ് നമുക്ക് ഓടാൻ കഴിയുന്നത്? ഒരു കഥ പറയുന്നുണ്ട്. ലിയോ ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ ഒരു കഥയിൽ, അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥയുടെ ഒരു ഹെഡിങ് അതിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യനെ കുറിച്ചാണ്. രാജാവ് പ്രഖ്യാപിക്കുകയാണ് സൗജന്യമായി ഭൂമി വിതരണം ചെയ്യുന്നുണ്ട് എന്നത്. ആ വാർത്ത നാട്ടിലൊക്കെ പരന്നു. സൗജന്യമായി ഭൂമി വിതരണം ചെയ്യുന്നുണ്ട്. രാജാവ് വെക്കുന്ന നിബന്ധന എന്താണ്? രാജാവിൻ്റെ നിബന്ധന ഇത്രയേ ഉള്ളൂ: ഒരാൾക്ക് നടന്ന് എത്താൻ കഴിയുന്ന, ഒരാൾക്ക് സഞ്ചരിച്ചെത്താൻ കഴിയുന്ന ദൂരം, അത്രയും ദൂരം എത്രയാണോ അത്ര ഭൂമി അയാൾക്ക് അളന്നെടുക്കാം. പാഹമെന്ന് പറയുന്ന ദരിദ്രനായ ഒരു മനുഷ്യൻ ആ രാജാവിൻ്റെ വിളംബരം കേട്ടോടിയെത്തി. അദ്ദേഹം നടക്കാൻ തുടങ്ങി. നടന്നെത്താൻ കഴിയുന്ന, സഞ്ചരിച്ചെത്താൻ കഴിയുന്ന ഭൂമിയാണ് തനിക്ക് സ്വന്തമായി കിട്ടുക. പാഹമെന്ന മനുഷ്യൻ നടന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി, നടന്നാൽ എത്താൻ കഴിയുന്നത് ചെറിയ ഒരളവ് മാത്രമാണ്, എങ്കിൽ ഓടാം. അദ്ദേഹം ഓടാൻ തുടങ്ങി. ഓടി ഓടുന്നതിനിടയിൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് താങ്കൾ യാത്ര തുടർന്നോളൂ എന്ന് പറയുമ്പോൾ, ഞാൻ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും നിൽക്കുന്ന സമയം ആ ദൂരം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ വീണ്ടും ഓടുകയാണ്. ഓടി തളർന്നു വീഴുകയാണ്. വീണ് കഴിയുമ്പോഴും തനിക്ക് ലഭിക്കേണ്ട ഭൂമിയെക്കുറിച്ചോർത്ത് അവിടെ നിന്ന് വീണ്ടും ഞരങ്ങി ആ മനുഷ്യൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. രാജാവ് ഭൃത്യനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പാഹമിന് കൊടുക്കേണ്ട ഭൂമിയുടെ അളവ് എത്രയാണെന്ന്. ആ ഭൃത്യന്റെ മറുപടി 6 അടി മണ്ണ് മതി എന്നാണ്. ആ ഓട്ടം അത് മരണത്തിലേക്കായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയത് 6 അടി മണ്ണ് മാത്രമാണ്. പ്രിയമുള്ളവരെ, എന്താണ് നമുക്ക് ബാക്കിയുണ്ടാവുക? എന്താണ് എൻ്റെയും നിങ്ങളുടെയും സമ്പാദ്യങ്ങളിൽ ബാക്കിയുണ്ടാവുക? എന്താണ് നമുക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയുക? മട്ടും മണി മാളിക വിട്ട് കെട്ടിവച്ചതൊഴിച്ചിട്ട് ഒറ്റയ്ക്കൊരു യാത്ര പോണം, വിട്ട് പിരിഞ്ഞങ്ങു പോണം. കാട്ടിലോരാറടി മണ്ണ് കിട്ടും സമ്പാദ്യമായെന്ന്. കാട്ടിലെ 6 അടി മണ്ണ് മാത്രം സമ്പാദ്യമായി കിട്ടുന്ന ഒരു മനുഷ്യനാണ് ഞാനും നിങ്ങളൊക്കെ. നമുക്ക് എന്താണ് കൂടെ കൊണ്ടുപോകാൻ കഴിയുക? എന്താണ് എൻ്റെയും നിങ്ങളുടെയും അക്കൗണ്ടുകളിലുള്ളത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പിന്തുടരുകയും 2 കാര്യങ്ങൾ പിന്നിലേക്ക് വീടുകളിലേക്ക് തിരിച്ചു പോരുകയും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ഒരു ഹദീസിലൂടെ. എന്തായിരുന്നു? വയബ്കാ വാഹിദുൻ, ഒന്ന് ബാക്കിയാകും. ആ ബാക്കിയാകുന്നത് എന്താണ്? അമലുൻ സാലിഹുൻ, സൽക്കർമ്മങ്ങളാണ്. ജീവിതത്തിൽ ചെയ്തു വച്ചിട്ടുള്ള നല്ല നല്ല കർമ്മങ്ങൾ, സൽപ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങളിൽ സന്തോഷമേകുന്ന സൽക്കർമ്മങ്ങൾ, അവയാണ് നമുക്ക് ബാക്കിയായിട്ടുണ്ടാവുക. സഹോദരങ്ങളെ, ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം കേട്ടിട്ടില്ലേ? ആരായിരുന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് നിങ്ങൾ ദാനം ചെയ്യണമെന്ന് പറയുമ്പോൾ, പ്രവാചകരെ, ബൈറുഹ തോട്ടം ഇതാ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, ദാലിക മാലുൻ റാബിഹ്, പ്രവാചകന്റെ മറുപടി അത് ലാഭകരമായ കച്ചവടമായിരുന്നു എന്നായിരുന്നു. എന്നാൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. 80-ാമത്തെ വയസ്സിൽ തൻ്റെ മക്കളുടെ മുൻപിൽ വന്നുകൊണ്ട് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്, ജഹിസൂനി, എന്നെ ഒന്നൊരുക്കി തരിക നിങ്ങൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ
ജിഹാദിന് പോകാൻ വേണ്ടി എന്നെ ഒന്ന് നിങ്ങൾ ഒരുക്കി തരണമെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങാൻ 80 വയസ്സ് പ്രായമുള്ള അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു തൻ്റെ 4 ആൺമക്കളുടെ മുൻപിൽ വന്ന് അപേക്ഷിക്കുകയാണ്. മക്കൾ പറഞ്ഞു, അല്ല പിതാവേ, താങ്കൾ അള്ളാന്റെ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട്, താങ്കൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, താങ്കൾ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി ഞങ്ങൾ പോകാം എന്ന് പറയുമ്പോൾ, ഞങ്ങൾ പൊയ്ക്കൊള്ളാം എന്ന് പറയുമ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുകയാണ്, ഇൻഫിറൂ ഖിഫാഫൻ വസിഖാല, നിങ്ങൾ ഞെരുക്കമുള്ള സമയത്തും പ്രയാസങ്ങളുള്ള സമയത്തും ടെൻഷനുള്ള സമയത്തും പ്രതിസന്ധികളുള്ള സമയത്തും സാമ്പത്തിക ബാധ്യതകളുള്ള സമയത്തും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്തും കുടുംബപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്തും സൗകര്യങ്ങളുള്ള സമയത്തും ഇൻഫിറൂ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങാൻ തയ്യാറാകണം. ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ട്, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്. സഹോദരങ്ങളെ, ആദർശ പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ വളരെ സജീവമായ ഒരു സമ്മേളനം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വേളയിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. എൻ്റെ പ്രിയമുള്ള യുവാക്കളെ, എൻ്റെ പ്രിയമുള്ള യുവതികളെ, MSMകാരെ, IGMകാരെ, KNMകാരെ, നമുക്കാർക്കും വിശ്രമിക്കാൻ സമയമായിട്ടില്ല. 80 വയസ്സുള്ള അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാവുകയാണ്. ആ ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം പോകുന്നുണ്ട്. എന്നിട്ട് കപ്പലിൽ വെച്ചാണ് അദ്ദേഹം യുദ്ധത്തിനിടയിൽ മരണപ്പെടുന്നത്. 7 ദിവസത്തിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ മയ്യത്തൊന്ന് കരയിലേക്ക് എത്തിക്കാൻ പോലും സാധ്യമായി തീർന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തു വച്ചിട്ടുള്ള കർമ്മങ്ങൾക്കപ്പുറം 80 വയസ്സിലും ഈ കർമ്മരംഗത്ത് സജീവമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിനു സാധ്യമായി തീർന്നിട്ടുണ്ട് എന്നതാണ്. യുവാക്കളെ, നമുക്കടങ്ങിയിരിക്കാൻ സമയമായിട്ടില്ല. എപ്പോഴാണ് നമ്മൾ ആയുസ്സിന്റെ അവസാനം എന്ന് പറയാൻ സാധ്യമാകുകയില്ല. പ്രിയപ്പെട്ട നിസു അള്ളാഹുവിലേക്ക് യാത്ര പോയി. അള്ളാഹു അവന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുകയും ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നല്ല യുവാവായി അള്ളാഹുവിന്റെ മാർഗത്തിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിസു അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് യാത്രയായത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, യുവാക്കളെ, പ്രിയമുള്ളവരെ, എപ്പോഴാണ് എന്റെയും നിങ്ങളുടെയും യാത്ര എന്ന് പറയാൻ സാധ്യമായിട്ടില്ല. ഏത് യാത്രക്കിടയിലാണ് നമ്മുടെ ജീവിതം ഒന്ന് അവസാനിക്കുക എന്ന് പറയാൻ സാധ്യമാകുന്നില്ല. അങ്ങനെയെങ്കിൽ അവസാനിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സജീവമായി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായി വിശ്രമിക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് ഈ പ്രദേശത്തിന്റെ ഓരോ മേഖലകളിലും ഈ തൗഹീദിന്റെ ശബ്ദം, ഈ ആദർശ പ്രബോധനത്തിന്റെ ശബ്ദം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ളവരല്ലേ ഞാനും നിങ്ങളും? വെളിച്ചം ഖുർആൻ പഠന പദ്ധതിയെ ഏറ്റെടുത്തുകൊണ്ട് സജീവമായി വിതരണം ചെയ്യേണ്ടവരല്ലേ ഞാനും നിങ്ങളും? ഈ സജീവമായ സന്ദേശങ്ങളെ സമൂഹങ്ങളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് സജീവമായി നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരല്ലേ ഞാനും നിങ്ങളും? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരായിരുന്നു അദ്ദേഹം? അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തും ചെലവഴിക്കാൻ തയ്യാറായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബിർ റോമയെ, റോമാ കിണറിനെ തന്റെ അനുചരന്മാർക്ക് വേണ്ടി ദാനം ചെയ്യുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമ്പത്ത് അദ്ദേഹത്തിന് അലങ്കാരമായി കിട്ടിയപ്പോ അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. എന്നിട്ട് ഖബർ കാണുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ നിന്ന് കരയും. ഖബർ കാണുമ്പോ കരഞ്ഞു പോകും അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഉസ്മാൻ, താങ്കൾ എന്താണ് കരയുന്നത് എന്ന് ചോദിച്ചു പോകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന മറുപടി, കൈഫലാ വഹുവ ബൈത്തുൽ വഹ്ദ, കൈഫലാ വഹുവ ബൈത്തുൽ വഹ്ദ, അത് ഒരു ഏകാന്തതയുടെ കേന്ദ്രമാണ്, ഏകാന്തതയുടെ ഭവനമാണ്. ഇവിടെ ചുറ്റുപാടും നിങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ തിരൂരിൽ വന്ന് ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ നിങ്ങളുണ്ട്. വീടുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മാതാപിതാക്കളുണ്ട്. പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്ന വേളയിലും എല്ലാവരും നമ്മുടെ കൂടെയുണ്ടാകും. എന്നാൽ ഇത് ഈ ഖബർ എന്ന് പറയുന്നത് ബൈത്തുൽ വഹ്ദ, അത് ഏകാന്തതയുടെ ഭവനമാണല്ലോ. അത് ബൈത്തുദ്ദൂദ്, അത് പുഴുക്കളുടെ, വൽ ഗുർബ അപരിചിതത്വത്തിന്റെ, വൽ വഹ്ശ ഏറ്റവും വന്യമായ ഒരവസ്ഥയുടെ, അതുപോലെ തന്നെ വൽ ഇൻകിതാഉ അനിൽ അഅമാലി സ്വാലിഹ എല്ലാ സൽക്കർമ്മങ്ങളും നശിച്ചു പോകുന്ന, തീർന്നു പോകുന്ന, ഇല്ലാതായി പോകുന്ന, പിന്നീടൊരവസരം ലഭിക്കാത്ത,
പിന്നീടൊരു അവസരം ലഭിക്കാത്ത ഒരു ജീവിതമാണല്ലോ ഖബർ ജീവിതം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉസ്മാനുൻ ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ട് കൂടി ഖബർ കാണുമ്പോൾ കരയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സഹോദരങ്ങളെ, അവർ പോയ സ്വർഗം, അവർ പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് പോകേണ്ടതില്ലേ? വിശാലമായ സന്തോഷകരമായ ആനന്ദത്തിൻ്റെ, സുഖാനുഭൂതികളുടെ, സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ, കടബാധ്യതകളില്ലാത്ത, എന്തും കഴിക്കാൻ കഴിയുന്ന, ഏതൊരു സുഖവും എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആ ഒരു സ്വർഗത്തിലേക്ക് നമുക്ക് യാത്ര പോകേണ്ടതില്ലേ? ആ ഒരു യാത്രക്ക് എന്താണ് എൻ്റെയും നിങ്ങളുടെയും കൈകളിലുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഭിക്ഷുവായ മനുഷ്യൻ ധനികനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ വിരുന്നുകാരനായി എത്തുകയാണ്. വിരുന്നുകാരനായി എത്തുന്ന വേളയിൽ ഭിക്ഷുവിന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ആ മനുഷ്യനത് അല്പസമയം പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഭിക്ഷുവായ മനുഷ്യൻ ആ ധനികനായ മനുഷ്യന്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. നിങ്ങൾക്ക് എത്ര സമ്പാദ്യമുണ്ട്? ഞങ്ങൾക്ക് കോടിക്കണക്കിന് സമ്പാദ്യങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ ആ ധനികനായ മനുഷ്യൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ച് പുറത്തേക്കിറങ്ങുന്ന വേളയിൽ ഭിക്ഷുവായ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അല്ല സുഹൃത്തെ, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? അദ്ദേഹത്തിൻ്റെ മറുപടി, എനിക്കൊരു മകനേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രയാണ് സമ്പാദ്യമുള്ളത്? എനിക്ക് 25,000 രൂപയെ എനിക്ക് സമ്പാദ്യമായിട്ടുള്ളൂ. താങ്കൾക്ക് എത്ര വയസ്സായിട്ടുണ്ട്? എനിക്ക് 40 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ. ഭിക്ഷുവായ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്തിനാണ് താങ്കൾ കളവ് പറയുന്നത്? എന്തിനാണ് താങ്കൾ ഒരു മകനേ ഉള്ളൂ എന്ന് താങ്കൾ കളവ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എനിക്ക് 4 മക്കളുണ്ടെങ്കിലും എന്നെ അനുസരിക്കുന്ന നല്ല മക്കളായി തീർന്നത് ഒരു മകൻ മാത്രമായിരുന്നു എന്നാണ്. ഒരു മകൻ മയ്യത്ത്, തൻ്റെ ഉപ്പാന്റെ മയ്യത്ത് നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം കരഞ്ഞു പോവുകയാണ്. കരയുന്ന മകനെ കാണുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, നീ എന്താണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ മകന്റെ മറുപടി, എൻ്റെ ഉപ്പാക്ക് 4 തക്ബീറുകളല്ലാതെ വേറൊന്നും എനിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതായിരുന്നു. ഉപ്പാന്റെ മയ്യത്ത് നമസ്കരിച്ച് ഇമാമ നിന്നപ്പോൾ 4 തക്ബീറുകളല്ലാതെ ഒന്നും എനിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കൾ 4 തക്ബീറുകൾ മാത്രം കൈകെട്ടി 4 തക്ബീറുകൾ മാത്രം പറയുന്നവരാകുമോ? ഭിക്ഷ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്തിനാണ് സമ്പത്ത് കുറവാണെന്ന് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ 25,000 രൂപയെ ദാനം ചെയ്തിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ, അതേ എൻ്റെതായിട്ടുള്ളൂ. എനിക്ക് 30-ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ സ്വഭാവം നന്നാക്കി തീർത്തത്, അതുകൊണ്ട് അത്ര വയസ്സേ എനിക്കായിട്ടുള്ളൂ, അതേ എൻ്റെതായിട്ടുള്ളൂ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു വെക്കുകയാണ്. അവസാന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തുണ്ടാകും, എത്ര വയസ്സുണ്ടാകും, എത്ര ആയുസ്സുണ്ടാകും, എത്ര മക്കളുണ്ടാകും, എത്ര സമ്പാദ്യമുണ്ടാകുമെന്ന ഒരാലോചന മാത്രം നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട്, ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി മാത്രം ഒരു സന്ദേശം പങ്കുവച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ സ്വർഗ്ഗവാസം നേടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.